മക്കളെ, ഇവിടെ ടീച്ചർ USS സ്കോളർഷിപ്പിന് ചോദിക്കാവുന്ന ബേസിക് സയൻസിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് തരുന്നത്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എഴുതിയെടുത്തത് ടീച്ചർക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിടുകയും വേണം. നന്നായി വായിച്ചു പഠിക്കണം. അന്നൊന്ന് തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോളാം. അതാത് വിഷയം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുള്ളൂ. 10 5 ക്വസ്റ്റ്യൻസൊക്കെ വീതേ തരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നന്നായി വായിച്ച് അന്നൊന്ന് തന്നെ പഠിച്ചു പോകുക. Which is the common layering method in jasmine plant? മുല്ലച്ചെടിയിൽ ഉപയോഗിക്കുന്ന സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പതിവയ്ക്കൽ ഏത് രീതിയിലാണ്? എയർ ലെയറിങ്. നിങ്ങളുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 10 നന്നായിട്ട് വായിക്കുക. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് മുല്ല, പിച്ചി ഇവയ്ക്കൊക്കെ മണ്ണിലേക്ക് വളച്ച് പതിവയ്ക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വായിച്ചു നോക്കുക. Who proposed the idea of ZBNF? Who proposed the idea of ZBNF? ZBNF എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ZBNF എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? സുഭാഷ് പലേക്കറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുഭാഷ് പലേക്കറുടെ കൃഷിരീതി കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിൽ വിജയിച്ചത് ആന്ധ്രാപ്രദേശാണ്. സുഭാഷ് പലേക്കറുടെ ജന്മനാട് മഹാരാഷ്ട്രയിലാണ്. അദ്ദേഹം അവിടെ ഈ രീതിയിലുള്ള കൃഷിരീതി അനുവർത്തിച്ചു വരുന്നുണ്ട്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്കപ്പേരാണ് ZBNF. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, അതായത് രാസവളങ്ങൾക്ക് പകരം നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള വളം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ആശയമാണ് ZBNF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോയ് യൂസ്ഡ് ടു മേക്ക് ആറന്മുള മിറർ, കോപ്പർ ആൻഡ് ടിൻ. ആറന്മുള കണ്ണാടിയിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? കോപ്പറും ടിന്നും. An image formed by a mirror is given below. Identify the mirror. ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇരിക്കുന്നതും ഇമേജ് ഇരിക്കുന്നതും, അതായത് വസ്തു ഇരിക്കുന്നതും പ്രതിബിംബം ഇരിക്കുന്നതും കാണിച്ചിട്ടുമുള്ള ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു മിറർ വെച്ചിട്ടുണ്ട്. ഈ മിറർ ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. അതായത് ചെറിയ വസ്തുവിനെ വലുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏത് മിററാണ് വരുന്നത്? കോൺകേവ് മിററാണ് വരുന്നത്. ചന്ദ്രയാൻ 2 വാസ് ലോഞ്ച്ഡ് ഓൺ 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. The lens used to rectify long-sightedness. കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ചൂസ് ദ റോങ് പെയർ. തെറ്റായിട്ടുള്ള പെയർ കണ്ടെത്താൻ. വാട്ടർ pH 7, ബേക്കിംഗ് സോഡ pH 9, വിനെഗർ pH 8, ടൊമാറ്റോ pH 4. ഇതൊരു തെറ്റായിട്ടുള്ള പെയർ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ pHൻ്റെ ഒരു മാർക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ടറിൻ്റെ 7 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 7ൽ നിന്ന് താഴോട്ട് പോകുന്നൊരു 7 6 5 4 3 2 1 എന്നിങ്ങനെ പോകുന്തോറും അത് അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. 7ൽ നിന്ന് കൂടി വരുമ്പോൾ 7 8 9 10 ഇങ്ങനെ പോകുമ്പോൾ അത് ആൽക്കലൈൻ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഇവിടെ നിങ്ങൾ ഇത് തിരിച്ചറിയാൻ. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. ബേക്കിംഗ് സോഡ pH 9 ആണ് അല്ലേ? അപ്പോൾ pH 9 എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ സ്വഭാവമാണ്. ബേക്കിംഗ് സോഡയ്ക്ക് ഒരു ആൽക്കലൈൻ സോഡാകാരത്തിൻ്റെ പോലത്തെ ഒരു സ്വഭാവമാണ്, വഴുവഴുപ്പുള്ളൊരു നേച്ചറാണ് അല്ലെങ്കിൽ സ്വഭാവമാണ് ബേക്കിംഗ് സോഡയ്ക്കുള്ളത്. വിനെഗർ എന്ന് പറയുമ്പോൾ അത് ആസിഡാണ്. ആസിഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരേണ്ടത്? 7ന് കീഴ്പോട്ട് വരണം, 7ൽ നിന്ന് കുറഞ്ഞു വരണം.
അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് pH 8 ആണ്. അപ്പോൾ അതും തെറ്റാണെന്ന് അവിടെ നമുക്ക് മനസ്സിലായി. ടൊമാറ്റോയ്ക്ക് നോക്കുക pH 4 ആണ്. ടൊമാറ്റോയ്ക്ക് ആസിഡിക് സ്വഭാവമുണ്ട് അല്ലേ, ആസിഡ് സ്വഭാവമുള്ളതാണ്, ഒരു പുളി രസമുള്ളതാണ് ടൊമാറ്റോ. അപ്പോൾ അത് pH 4 ആണ്. അത് ഏകദേശം ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പേർ ഏതാണ്? വിനെഗർ ആയിരിക്കും. നോക്കുക, വിനെഗർ pH 8 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പേര്. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റയാനെ കണ്ടെത്താനായിട്ട്. ഹാർട്ട്, ആർട്ടറി, വെയിൻ, ഡയഫ്രാം. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതായിരിക്കും? ഹാർട്ട്, ആർട്ടറി, വെയിൻ അതൊക്കെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. ഡയഫ്രാം അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ ഒറ്റയായിട്ട് വരുന്നത് ഏതായിരിക്കും? ഡയഫ്രാം. ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ടു റിമൂവ് ദി പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മുടെ ശ്വാസനാളത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഡയാലിസിസ്, CPR, ഹെംലിച്ച് മാനുവർ, നൺ ഓഫ് ദിസ്. ഡയാലിസിസ് അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നറിയാം. CPR ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഹാർട്ട് നിലച്ചു പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡാണ് CPR എന്ന് പറയുന്നത്. ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത് തൊണ്ടയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതെടുക്കുന്ന മെത്തേഡിനെയാണ് ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ C, ഹെംലിച്ച് മാനുവർ ആണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലെമൺ സ്ക്യൂസർ. ലെമൺ സ്ക്യൂസർ എന്ന് പറയുന്നത് നാരങ്ങഞ്ഞയ്ക്കുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഇവിടെ പറയുന്നത്? ഉത്തോലത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിവറിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ് ഫൾക്രം, എഫർട്ട്, റെസിസ്റ്റൻസ്, യത്നം, രോധം, ധാരം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. എല്ലാ പ്രാവശ്യവും അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലെമൺ സ്ക്യൂസറുമായി ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് B ആണ്, എഫർട്ട്, റെസിസ്റ്റൻസ്, ഫൾക്രം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.